Now, this will be the last class on post-colonialism, the concept of uncanny. The concept of uncanny. A related notion espoused by Baba is the uncanny, which is a Freudian coinage, unheimlich, German, to denote the strangeness of feeling threatened when facing something familiar or intimate. The next concept to be discussed is uncanny. It is espoused by Baba, which is a Freudian coinage. Freudian coinage. The term uncanny was a term coined by Freud. ഫ്രോയിഡ് ആണ് ഈ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇറ്റ്സ് എ ഫ്രോയിഡിയൻ കോയിനേജ്. It was Freud who coined this term to denote the strangeness of feeling threatened when facing something familiar or intimate. Uncanny. So, it's a Freudian coinage to denote the strangeness of feeling. The strangeness of feeling threatened when facing something familiar or intimate. അപ്പോൾ സാധാരണഗതിയിൽ ഒരു അപരിചിതമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോഴൊക്കെ നമുക്കൊരു ചെറിയ ഒരു നെർവസ്നെസ്, ഒരു സ്ട്രെയിഞ്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യുക സാധാരണ അങ്ങനെയാണ്. പക്ഷേ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചില സാഹചര്യത്തിലും നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് സ്ട്രേഞ്ച്നെസ് ഉണ്ടാകാറുണ്ട്. വി ഫീൽ എ സ്ട്രേഞ്ച്നെസ് when we face something familiar or intimate. ചിലപ്പോൾ നമുക്ക് വളരെ അടുത്ത വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രേഞ്ച്നെസ് തോന്നാറുണ്ട്. Unhomely will be a more literal translation of Freud's German term. അപ്പോൾ ഈ അൺകാനി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജർമ്മൻ ടേം കോയിൻഡ് ബൈ ഫ്രോയിഡ്. അതിന്റെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ unhomely. Unhomely will be a more literal translation of Freud's German term. Freud posits that an encounter with something frightens us, not because it is new, but because what seemed familiar suddenly appears strange. അപ്പൊ അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഫ്രോയിഡ് ഈ പദം ഉപയോഗിച്ചത്. Freud posits that an encounter with something frightens us not because it's new, but because what seemed familiar suddenly appears strange. So, uncanny is a term coined by Freud to denote the strangeness of feeling threatened when facing something familiar or intimate. ഇപ്പോൾ വളരെ ഫെമിലിയർ ആയ ചില സാഹചര്യത്തിൽ നമുക്ക് we have a feeling of strangeness.
വളരെ അപരിചിതമായ ഒരു സ്ഥലത്ത്, ഒരു സാഹചര്യത്തിൽ മാത്രമല്ല നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഫീലിംഗ് ഓഫ് സ്ട്രേഞ്ച്നെസ് ഉണ്ടാകുന്നത്. വളരെ ഫെമിലിയറായ സാഹചര്യങ്ങളിലും ഉണ്ടാകാം എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ബാബ കണക്ട്സ് ദീസ് വിത്ത് ദ ലിമിനൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ഐഡന്റിറ്റീസ് ആർ സ്പ്ലിറ്റ് ഓർ അൺസെർട്ടൻ. അപ്പോൾ ഫ്രോയിഡ് പറഞ്ഞ ഈ ഒരു ടേം ഹോമി ബാബ ഒരു പോസ്റ്റ് കൊളോണിയൽ കോണ്ടെക്സ്റ്റിൽ അത് കണക്ട് ചെയ്യുന്നു. ബാബ കണക്ട്സ് ദീസ് വിത്ത് ദ ലിമിനൽ സിറ്റുവേഷൻ. ലിമിനൽ സിറ്റുവേഷൻ മീൻസ് എ ട്രാൻസിഷണൽ സിറ്റുവേഷൻ. He is speaking about the intermingling between the colonizers and the colonized. കൊളോണിയലിസ്റ്റുകളും നേറ്റീവ്സും ഇടപഴകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ഒരു ഹൈബ്രിഡിറ്റി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദ ലിമിനൽ സിറ്റുവേഷൻ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് എ സിറ്റുവേഷൻ ഓഫ് ഇൻ ബിറ്റ്വീൻനെസ്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ബാല്യത്തിൽ നിന്ന് പെട്ടെന്ന് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ബാല്യം വിടുകയും ചെയ്തു, കൗമാരം എത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ പിന്നെ ആ ഒരു സന്നിഗ്ധ ഘട്ടം അതുപോലെ. അപ്പൊ ഇതുപോലെ ഐഡന്റിറ്റീസ് ആർ സ്പ്ലിറ്റ്. ഐഡന്റിറ്റീസ് ആർ സ്പ്ലിറ്റ്. കോണ്ടാക്ട് വിത്ത് ദ കോളനൈസേഴ്സ്, കോണ്ടാക്ട് വിത്ത് ദ വൈറ്റ്സ് brings some changes in the attitude and inclination of the natives. ഇപ്പൊ വെള്ളക്കാരുമായിട്ടുള്ള സംസർഗം നേറ്റീവ്സിന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ഹൈബ്രിഡ് ഐഡന്റിറ്റി രൂപപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ കിട്ടുന്നതോടുകൂടി നേറ്റീവ്സ് സ്വന്തം സംസ്കാരത്തിൽ നിന്ന് അകന്ന്, അതേസമയത്ത് വൈറ്റ് കൾച്ചർ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. അത്തരം ഒരു സന്നിഗ്ധാവസ്ഥ. ഐഡന്റിറ്റീസ് ആർ സ്പ്ലിറ്റ് ഓർ അൺസെറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിലീജിയസ് കൺവേർഷന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു മതം ഒരാൾ ഉപേക്ഷിക്കുന്നു, മറ്റൊരു മതം സ്വീകരിക്കുന്നു. സോ ഹി ഫേസസ് an identity crisis. He faces identity issues. Identities are split or uncertain. Hybridity for Baba is a third space. Hybridity, Baba means a third space. A third space. എന്ന് പറഞ്ഞാൽ നേറ്റീവ് കൾച്ചറും അല്ല, വൈറ്റ് കൾച്ചറും അല്ല, രണ്ടിന്റെ ഇടയിലുള്ള ഒരു തേർഡ് സ്പേസ്. അതാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ബാബ മീൻസ് this third space when he is talking about the hybridity. With the onset of hybridity, the borders are rendered ineffective and confusion sets in. The borders become ineffective. With the onset of hybridity, the borders are rendered ineffective and confusion sets in. Concrete identities make way for hybrid identities. The split subjectivity bewilders the subject because of the sense of alienation it entails, it necessitates. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു
split identity. Split identity bewilders the subject, bewilders the native. He is embarrassed by this situation. ശരിക്കും ഒരു പരിഭ്രമിപ്പിക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറുന്നു. The split subjectivity bewilders the subject because of the sense of alienation it entails. He faces a kind of alienation, isolation. അപ്പോൾ ഇത് നേറ്റീവ്സ് അനുഭവിക്കുന്നു. By subscribing to Freud's idea of uncanny, Baba makes it clear that the hybrid identity comprises a known and an unknown part. Hybrid identity comprises a known and an unknown part. So the hybrid identity comprises a known and an unknown part. ഹൈബ്രിഡ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പരിചിതമായതും അപരിചിതമായതും ഉണ്ടാവുക. എ നോൺ ആൻഡ് അൺനോൺ പാർട്ട് വിച്ച് ഈസ് ക്വൈറ്റ് അൺസെറ്റിലിംഗ് ഫോർ ദ ഇൻഡിവിജ്വൽ സബ്ജക്ട്. ഇറ്റ് ഈസ് ക്വൈറ്റ് embarrassing as far as the subject is concerned. വളരെയധികം പരിഭ്രമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. This transitional stage, this in-betweenness is quite embarrassing. He uses the word uncanny to denote the complicated split nature of post-colonial hybridity. ഈ ഒരു സന്നിഗ്ധാവസ്ഥയാണ് the complicated split nature is described by Baba with the word uncanny. He uses the word uncanny to denote the complicated split nature of post-colonial hybridity. അപ്പോൾ അൺകാനി എന്ന് പറയുന്നത് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഫീലിംഗ് ഓഫ് സ്ട്രേഞ്ച്നെസ് due to the situation created by this intermingling of the colonialists and the natives. Subaltern studies. Subaltern എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു രാജ്യത്തില് ഒരു ഭരണാധികാരത്തിലൊന്നും പങ്ക് നിഷേധിക്കപ്പെട്ട അധികാരത്തിലൊന്നും പങ്കില്ലാത്ത ഒരു ജനത ആണ് സബാൾട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ദളിത് സൊസൈറ്റീസ് അവരൊക്കെ മുഖ്യധാരയിൽ നിന്ന് ഒരു കാലത്ത് ബോധപൂർവ്വം അകറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. അവരെ കുറിച്ചുള്ള ഒരു പഠനം ഇറ്റ്സ് എ പാർട്ട് ഓഫ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ്. These subaltern studies. Subaltern studies is a distinct and autonomous school of post-colonial critical theory led by scholars like Ranajit Guha, Gayatri Chakrabarti Spivak, Homi K. Baba, and Partha Chatterjee. So it was led by scholars like Ranajit Guha, Gayatri Spivak, Homi Baba,
ആൻഡ് പാർത്ഥ ചാറ്റർജി. ഇവരൊക്കെയാണ് മുൻനിരയിലുണ്ടായിരുന്നത് എന്നാണ് ഈ പോസ്റ്റ് കൊളോണിയൽ സബാൾട്ടൺ സ്റ്റഡീസ്. Influenced by Marx, Gramsci, and Foucault, among others, their preoccupations include the treatment of the subaltern by the colonized elite in the anti-colonial movements and their representation in colonial texts of India. So they examined the position of the subaltern, the position of some groups of people, some sections of people who are sidelined, who are sidelined from the mainstream. So, treatment of the subaltern by the colonized elite. Colonized elite എന്ന് പറയുന്നത് വൈറ്റ്സ് അല്ല, മറിച്ച് സ്വന്തം നാട്ടിലെ വരേണ്യവർഗമാണ് കോളനൈസ്ഡ് എലൈറ്റ് എന്ന് പറയുന്നത്, നോട്ട് കൊളോണിയലിസ്റ്റ്. ഇപ്പൊ വിദേശ സായിപ്പ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഇത് നാടൻ സായിപ്പ് എന്നാണ്, കോളനൈസ്ഡ് എലൈറ്റ്. ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ സബാൾട്ടൺ, ഹൗ ദി സബാൾട്ടൺ were treated. The subaltern were treated by the colonized elite. അപ്പൊ ഈ വിഭാഗത്തെ അകറ്റി നിർത്തിയത് വെള്ളക്കാരല്ല, മറിച്ച് നാടൻ സായിപ്പന്മാരാണ് എന്നാണ്, കോളനൈസ്ഡ് എലൈറ്റ്. In the anti-colonial movements and their representation in colonial texts of India, they examined how the subaltern were represented in the colonial texts of India. How the subaltern are represented in the colonial texts of India. അപ്പം ഇവർ they have their own culture. They have a distinctive culture. But they are not given a place in the mainstream culture. In the anti-colonial movements and their representation in colonial texts of India. മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹം ആണ്. മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. സാഹിത്യത്തിലോ സാഹിത്യരചനകളിലൊന്നും അവർക്ക് ഇടം നിഷേധിക്കപ്പെട്ടു. In the anti-colonial movements, കൊളോണിയലിസ്റ്റുകൾക്കെതിരായിട്ടുള്ള സമരത്തിൽ അവർക്ക് നിർണായകമായ പങ്കുണ്ട്, പക്ഷേ ആ പങ്ക് എവിടെയും രേഖപ്പെടുത്തി വെച്ചില്ല എന്നാണ്. So such things are examined, studied by the post-colonial scholars, by the subaltern studies is a distinct and autonomous school of post-colonial critical theory, which examines these things. Subaltern is an important theoretical formulation of Gramsci. Subaltern. യഥാർത്ഥത്തിൽ സബാൾട്ടൺ എന്ന് പറയുന്നത് ഗ്രാംഷിയുടെ ഒരു ഐഡിയ.
അന്റോണിയോ ഗ്രാംഷി, പ്രശസ്ത മാർക്സിസ്റ്റ് ചിന്തകനൊക്കെയാണ് ഗ്രാംഷി. അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് ഈ സബാൾട്ടൺ. Subaltern is an important theoretical formulation of Gramsci. Ranajit Guha exemplifies that the Indian elite deliberately left out the politics of the people from its narrative on the formation of Indian nationalism. Ranajit Guha exemplifies that the Indian elite deliberately left out the politics of the people. ഈ ഇന്ത്യൻ എലൈറ്റ്, ഇന്ത്യൻ വരേണ്യവർഗം ഈ വിഭാഗങ്ങളെ, ഇന്ത്യയിലെ തൊഴിലാളികള്, കർഷകര്, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളൊക്കെയാണ് രണജിത്ത് ഗുഹ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഗ്രാംഷി ഉദ്ദേശിച്ചത്. കാരണം ഈ തൊഴിലാളികളും കർഷകരും ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു കൊളോണിയലിസ്റ്റ് വിരുദ്ധ സമരത്തിന് മുന്നണിയിൽ ഉണ്ടാവുക. പക്ഷെ അവർക്ക് ചരിത്രത്തിൽ എവിടെയും സ്ഥാനം, അവരെ ബോധപൂർവം മാറ്റി നിർത്തി എന്നാണ്, സ്ഥാനം നിഷേധിച്ചു ചരിത്രത്തിലൊക്കെ. Ranajit Guha exemplifies, he shows through example that the Indian elite deliberately left out the politics of the people from its narrative on the formation of Indian nationalism. He posits that parallel to the elite national movement, there existed another domain of Indian politics in which the dominant actors were the subaltern classes, mass of the laboring population, that is the people. പ്രണജിത്ത് ഗുഹ അദ്ദേഹം പറഞ്ഞതാണ്. He posits that parallel to the elite national movement. അപ്പം ഈ കൊളോണിയലിസ്റ്റ് ആധിപത്യത്തിന് വിധേയമായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം അവിടെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച നേതാക്കന്മാർ, ആക്ച്വലി ദേ ആർ ദ elite people. Parallel to the elite national movement. ഇപ്പൊ വരേണ്യവർഗത്തിന്റെ നേതൃത്വത്തില് ഈ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോൾ സമാന്തരമായിട്ട് തന്നെ ഈ വിഭാഗങ്ങളുടെ സമരവും നടന്നിരുന്നു എന്നാണ്. There existed another domain of Indian politics in which the dominant actors were the subaltern classes. ഇപ്പൊ വളരെയധികം പാടിപ്പുകഴ്ത്തപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്നുകൊണ്ട് തന്നെ സമാന്തരമായിട്ട് ഈ വിഭാഗങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇവരെ കുറിച്ചുള്ള പഠനമാണ് ഈ സബാൾട്ടൺ സ്റ്റഡീസ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ കുറിച്ചുള്ള പഠനം. They were sidelined by the mainstream politics. The subaltern, according to Guha, includes workers, peasants, non-industrial urban poor, and lower sections of the petty bourgeois. ഗുഹ, രണജിത്ത് ഗുഹ സബാൾട്ടൺ എന്ന് ഉദ്ദേശിച്ചത് ഇവരെയൊക്കെയാണ്: വർക്കേഴ്സ്, പെസൻസ്, നോൺ ഇൻഡസ്ട്രിയൽ urban poor ആൻഡ് ലോവർ സെക്ഷൻസ് ഓഫ് ദ പെറ്റി ബൂർഷ്വ. ബൂർഷ്വ എന്നൊക്കെ ഒരു മാർക്സിസ്റ്റ് ടേമാണ്. Spivak rejects the position of Foucault and Gilles Deleuze
that the subaltern is an autonomous subject and follows what Gramsci remarked of the subaltern classes, that they are not unified and cannot unite until they become a state. So, this is what Gramsci said about the subaltern classes. That quotation. They are not unified and cannot unite. They cannot unite. They are very disorganized, അസംഘടിതമാണ്. Until they become a state. Until they become a state, they are not unified. They cannot unite until they become a state. That's what Gramsci said about subaltern classes. So Spivak, Gayatri Spivak, rejects the position of Foucault and Gilles Deleuze that the subaltern is an autonomous subject. The view expressed by Foucault and Gilles Deleuze that the subaltern is an autonomous subject. Autonomous എന്ന് പറഞ്ഞാൽ സ്വയംഭരണ അവകാശമുള്ള with the rights and powers of self-government. അത്തരമൊരു അവസ്ഥ ആണ് ഈ സബാൾട്ടൺ ഫൂക്കോ കൽപ്പിച്ചത്. But Spivak does not agree with it. They are not autonomous subjects, according to Spivak. She agrees with the Gramsci's view that they cannot unite until they become a state. അവർ സ്വയം പര്യാപ്തരായ സ്വയംഭരണാധികാരമുള്ള ജനത എന്ന വീക്ഷണം സ്പിവാക് റിജക്റ്റ് ചെയ്യുന്നു എന്നാണ്. And so their active or passive affiliation to the dominant political formation should be studied. അപ്പോൾ അവർ ഒരിക്കലും തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരല്ല എന്നാണ്. Their active and passive affiliation to the dominant political formation, ആ സമൂഹത്തിലെ വരേണ്യവർഗവുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളെല്ലാം പഠന വിഷയമാകണം എന്നാണ്. അപ്പോൾ ഗ്രാംഷി ഹെജമണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആശയം ഹെജമണി, ഈ സബാൾട്ടൺ എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സമൂഹത്തിൽ മേധാവിത്വം വഹിക്കുന്ന ഒരു വിഭാഗം, ദ എലൈറ്റ്, ദ നാഷണലിസ്റ്റ് എലൈറ്റ്. സോ the active or passive affiliation of the subaltern to the dominant political formation should be studied. അപ്പോൾ സ്പിവാക്കിന്റെ എസ്സേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക്. അതിലാണ് ഈ ഒരു കാര്യം, കാരണം ഷീ agrees with Gramsci's view of the subaltern and rejects the view of Foucault and Gilles Deleuze that the subaltern is an autonomous subject. She agrees with Gramsci's view that the subaltern classes are not unified and cannot unite until they become a state. In her famous essay, Can Subaltern Speak? Can Subaltern Speak? There is a question mark also. She postulates the idea that a woman, a subaltern, is not an autonomous subject.
സ്ത്രീകളും ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. കാരണം മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. സോ ഇൻ ഹെർ എസ്സേ "Can Subaltern Speak?" Gayatri Spivak says that woman a subaltern is not an autonomous subject. മറ്റു വിഭാഗങ്ങളെ പോലെ തന്നെ women also cannot be called autonomous subjects. All the same, it is necessary to strive for historical representation of the subaltern voice. It is necessary to strive for historical representation of the subaltern voice. അപ്പൊ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട അവരുടെ ശബ്ദം it should be represented. It is necessary to work for historical representation of the subaltern voice and to restore subaltern consciousness politically. അപ്പൊ അവരുടെ ശബ്ദം വീണ്ടെടുക്കണം എന്നാണ്. Restore subaltern consciousness. For this, according to Spivak, the critics would have to continue to assume that the subaltern possesses an autonomous subjectivity. Spivak's strategy of employing a non-existing or invalid idea as valid or existing is called strategic essentialism. സ്പിവാക്കിന്റെ ഒരു ആശയമാണിത്, സ്ട്രാറ്റജിക് എസെൻഷ്യലിസം. സ്ട്രാറ്റജിക് എസെൻഷ്യലിസം. അപ്പോൾ എസെൻഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു തനത് വ്യക്തിത്വം എന്നും മറ്റും പറയാം. The immutable, unchanging qualities. Immutable and unchanging qualities. അതിനെയാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ്. അതിനെയാണ് നമ്മൾ എസെൻഷ്യലിസം എന്ന് പറയുന്നത്. എസെൻഷ്യലിസം ഒരു തനത് കൾച്ചർ എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മൾ സമരം നടത്തുമ്പോൾ നമ്മൾ ഇന്ത്യൻ ദേശീയതയും നമ്മുടെ ആർഷഭാരത സംസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി ഇവിടുത്തെ ജനതയെ ആവേശം കൊള്ളിച്ചത്. അപ്പൊ അതാണ് ഈ എസെൻഷ്യലിസം എന്ന് പറയുന്നത്. തനത് വാല്യൂസ്, തനത് സംസ്കാരം. അപ്പോ ഈ സ്ട്രാറ്റജിക് എസെൻഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്? ഗായത്രി സ്പിവാക്ക് ഉദ്ദേശിക്കുന്നത് ഇത് അവർ അംഗീകരിക്കുന്നില്ല. ഈ ഒരു ആശയം, എസെൻഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തനതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് എന്നുള്ള ഒരു വാദത്തെ അവർ അംഗീകരിക്കുന്നില്ല. എന്നാലും ഇവിടെ വിദേശീയരെ ഇവിടെ നിന്ന് ഓടിക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ അത്തരം വാദങ്ങൾ ഉപയോഗിക്കാം, തന്ത്രപരമായിട്ട് ഉപയോഗിക്കാം. അതാണ് ഈ സ്ട്രാറ്റജിക് എസെൻഷ്യലിസം. ഇപ്പൊ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് അതിനും ഒരുപാട് അപാകതകളുണ്ട്. ആർഷഭാരത സംസ്കാരത്തിന് ഇവിടുത്തെ ജാതിയൊക്കെ അതിന്റെ നെഗറ്റീവ് ഘടകങ്ങളാണ്. കാരണം ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ ജാതീയതയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് എന്ന് പറയുന്നതും തെറ്റാണ്. അത് ഇവിടുത്തെ ഭഗവത്ഗീത, ഉപനിഷത്തുകൾ അതിനൊക്കെ അതീതമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ജാതി മത എല്ലാ അതുപോലെയുള്ള വർഗീകരണങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരാശയമാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ നിലവിൽ വന്നത് വളരെ കടുത്ത ജാതി വ്യവസ്ഥയാണ്. അപ്പോൾ ഇത്തരം ഈ എസെൻഷ്യലിസ്റ്റ് ആശയങ്ങളോട് അവർക്ക് യോജിപ്പില്ലെങ്കിലും തന്ത്രപരമായിട്ട്
അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് സ്ട്രാറ്റജിക് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. She says that the subaltern theorists must, in order to retrieve the subaltern consciousness, in order to retrieve, in order to recover subaltern consciousness, continue to concentrate on a strategic use of positivistic essentialism in a scrupulously visible political interest. അപ്പോൾ ഇത്തരം വിഭാഗങ്ങളെ, അടിച്ചമർത്തപ്പെട്ട, ചരിത്രപരമായി തന്നെ അവഗണനകൾക്ക് വിധേയമായ ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അവരുടെ ആ ഒരു സ്വത്വബോധത്തെ ഉപയോഗിക്കാം, സ്ട്രാറ്റജിക് ആയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു വ്യൂ ആണ് സ്പിവാക്ക് അവരുടെ ക്യാൻ ദ സബാൾട്ടൺ സ്പീക്ക് എന്നുള്ള എസ്സേയിൽ പറയുന്നത്.